കൂട്ടുകാരേ, എല്ലാവരും സുഖമായിരിക്കുന്നു. എൻ്റെ ശബ്ദം ഭയങ്കര അരോചകമാണെന്ന് എൻ്റെ ഹസ്ബൻഡും മക്കളും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ പല ആപ്പുകളും പ്രയോഗിച്ച് എൻ്റെ ശബ്ദം ഒന്ന് മാറ്റാനായിട്ട് നോക്കി. പക്ഷേ ഒരു രക്ഷയില്ല. ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ, ദൈവം എനിക്ക് ഈ ശബ്ദമല്ലേ തന്നത്. പിന്നെ നല്ല കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ പറ്റുന്നത് നമ്മൾ കണ്ടന്റ് നോക്കിയാൽ പോരെ. ബാക്കിയുള്ളവരുടെ ശബ്ദമൊക്കെ നമ്മൾ എന്തിനാണ് നോക്കുന്നത് അല്ലേ? അപ്പം ഞാൻ പോകുന്നത് SS മഹേന്ദ്ര നമ്മുടെ വഴയിലുള്ള പേറുകട വഴയിലുള്ള ഷോറൂമിലോട്ടാണ് പോകുന്നത്. അപ്പം നമ്മുടെ മഹേന്ദ്രയുടെ ഇറങ്ങിയിട്ടുണ്ട്, അതുപോലെ SUV 9. അപ്പം ഈ രണ്ട് വണ്ടികളെ പറ്റി കാണാനും കൂടുതൽ അറിയാനും ഒരു ടെസ്റ്റ് ഡ്രൈവ് നടത്താനും ഒക്കെ ആയിട്ടാണ് പോകുന്നത് കേട്ടോ. ഇതാണ് സംഭവം. സൂപ്പറെന്ന് വെച്ചാൽ ഒരു സംഭവം തന്നെയാണ് കേട്ടോ കൂട്ടുകാരെ. എന്തോ പറയാനാ, ഞാൻ ഓറഞ്ച് കളറായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. സ്പോർട്സ് കാറിൻ്റെ കിടിലൻ സംഭവമാണേ. പിന്നെ എന്താ, DJ ലൈറ്റാണ് അതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. നമ്മൾ പാട്ടൊക്കെ ഇടുമ്പോഴത്തേക്കും ഈ ഒരു സ്പോർട്സ് കാറിനകത്ത് നമുക്ക് ടൂറ് പോകാനൊക്കെ പൊളിയായിരിക്കും കേട്ടോ. സത്യം പറഞ്ഞാൽ എന്താ പറയാനാ ഞാൻ. അത് കഴിഞ്ഞിട്ട് XUV 9 ചെറിയ റെഡ് കളറാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്തോ പറയാനാ, ഇതൊക്കെയാ കാറെന്ന് നമുക്ക് തോന്നും. എന്ത് രസമാണ്. നമ്മൾ ഈ ബോളിവുഡിലൊക്കെ കാണത്തില്ലേ, അതുപോലെയൊക്കെ ഉള്ള കാറുകൾ സംഭവമാട്ടോ. ലൈഫിലൊരിക്കലെങ്കിലും നമ്മൾ ഒരു കാറൊക്കെ സ്വന്തമാക്കി അങ്ങ് പൊളിക്കുക. ഈ കൂട്ടി വെച്ച് സമ്പാദിച്ചിട്ട് മരിച്ചു പോകുന്നതിനേക്കാളും അങ്ങ് അർമാദിക്കുക അല്ലേ. വാറിനടുത്ത് വെച്ച് കാണാമെന്നേ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. എന്തായാലും ചുമ്മാ വന്ന് ടെസ്റ്റ് ഡ്രൈവെങ്കിലും ചെയ്ത് നോക്കുക, അത്രേ ഉള്ളൂ. എന്തുവാ ഇത്, നമ്മൾ ഫ്ലൈറ്റാണെന്ന് ഓട്ടിക്കുന്നതെന്ന് തോന്നും കേട്ടോ. ഫ്ലൈറ്റ് ഓടിക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ നമുക്ക് ഷോറൂമിൽ പോയി ഈ കാറൊക്കെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവെങ്കിലും ചെയ്ത് നോക്കാമല്ലോ. സംഭവം സൂപ്പറാട്ടോ. ഇനിയിപ്പോൾ ഇത് പറന്നാൽ കൂടെ മതി, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം സംഭവം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അല്ലേ. ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഈ അരോചകമായ സൗണ്ട് വെച്ച് കൂടുതൽ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. പിന്നെ ഞാൻ നോക്കിയത് ലെഗ് സ്പേസൊക്കെയാണ് കേട്ടോ. നല്ല ലെഗ് സ്പേസ് ഉണ്ട്. പിന്നെന്താണ്, പിന്നെ ഞാൻ നോക്കി നമ്മുടെ ടൂറൊക്കെ പോകുമ്പോൾ നമുക്ക് ലഗേജ്, നമ്മുടെ കാര്യങ്ങളൊക്കെ വെക്കണ്ടേ. അപ്പോൾ അതൊക്കെയാണ് ഞാൻ നോക്കിയത്. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ പൊന്നേ, നമുക്ക് സുഖമായിട്ട് 4 ഫാമിലിക്ക് ഇതിനകത്ത് താമസിക്കാം. 4 ഫാമിലിക്കല്ല, ഒരു ഫാമിലിക്ക് ഇതിനകത്ത് താമസിക്കാം, 4 പേർക്ക്. അത്രയ്ക്കുണ്ട് ഡിക്കിയുടെ സ്പേസ്. എന്തു പറയാനാ, അത്രയ്ക്ക് പൊളിയെന്ന് വെച്ചാൽ അടിപൊളി കാറ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ അതാണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത്, എനിക്ക് കൂടുതൽ എഞ്ചിൻ്റെയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. നമ്മൾ ഈ വീട്ടമ്മയെ ഞാൻ നോക്കുന്നത് എന്തുവാണ്, ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, ട്രാവലിങ് അറിയരുത്, ടയർഡ്നെസ് ഉണ്ടാവരുത്, അങ്ങനെയൊക്കെ ഒരു വീട്ടമ്മയുടെ ഒരു മൈൻഡ് സെറ്റാണ് എനിക്ക്. പിന്നെന്താ പറയുക, പിന്നെ അവിടുത്തെ നമ്മുടെ താറൊക്കെ വികാരമാണല്ലോ നമുക്ക്. താറ് രക്ഷയില്ല. പിന്നെന്തുവാണ്, നമ്മുടെ അടുത്ത മഹേന്ദ്രയുടെ വണ്ടികൾ, അതെല്ലാം ചെന്ന് ഫോട്ടോസൊക്കെ എടുത്ത്, പിന്നെ എല്ലാം നല്ല കുളിച്ച് കുട്ടപ്പന്മാരായിട്ട് സുന്ദരന്മാരായിട്ട് സുന്ദരികളായിട്ടൊക്കെ അവിടെ കിടപ്പുണ്ട് കേട്ടോ.
നടന്നിട്ട് നമ്മുടെ ബിയിലൊരു ഡ്രൈവ് പോകാമോ എന്ന് വിചാരിച്ചു. അങ്ങനെ അതിനകത്ത് കയറി. എൻ്റെ പൊന്നേ, ഇതെന്തുവാ ഇത്? വല്ല ഡി ജെ പാർട്ടിക്കും പോയതാണെന്നോ? സത്യം, ഇനി നമുക്ക് ഡി ജെ പാർട്ടിക്കൊന്നും പോകണ്ട കേട്ടോ. വണ്ടിക്കകത്തിരുന്ന് നമുക്ക് പൊളിക്കാം. കാരണം അതിൻ്റെ പിന്നെ റൂഫ് ടോപ്പിൽ പിന്നെ സീറ്റിൻ്റെ സൈഡിൽ ഒക്കെ ഡി ജെ ലൈറ്റാണ്. എവിടെയൊക്കെയാണ് ലൈറ്റ്? അതിനകത്ത് മൊത്തം പൊള്ളി വൈബാണ് കൂട്ടുകാരെ. സത്യം പറഞ്ഞാൽ പാർട്ടി മൂഡ്. സത്യം പറഞ്ഞാൽ നമുക്ക് വണ്ടിക്കകത്ത് വെച്ച് ഒരു ബർത്ത്ഡേ സെലിബ്രേഷനോ ഒക്കെ നടത്താം. അത്ര കാറ് തുറന്നിട്ടിട്ട് വേണമെങ്കിൽ നമുക്കൊരു സ്റ്റേജ് ആക്കാൻ തോന്നി. സത്യം അത്ര പൊള്ളി വൈബാണ് കേട്ടോ. അടിച്ച് പൊളിക്കാൻ പറ്റിയ കാറാണേ. പിന്നെ അതിൻ്റെ പുറത്താണെങ്കിൽ ഫുൾ ലൈറ്റ് കൊണ്ടുള്ള ഡാൻസാണ്. എന്തുവാ ഇത്? എന്ത് പറയാനാ കൂട്ടുകാരെ. ഞാൻ മറ്റേ ഈ രാജാവും പല്ലക്കിലൊക്കെ പോകത്തില്ലേ, അങ്ങനത്തെ ഒരു ഫീലൊക്കെ ആയിരുന്നു കേട്ടോ എനിക്ക്. എന്തായാലും സന്തോഷമായി കുഞ്ഞേ, സന്തോഷമായി. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസായിട്ടൊക്കെ വരാം. ടാറ്റാ ബൈ ബൈ, സീ യു.